Hello everyone, welcome back to Silent Learning. It's me Jamshad. Today we are going to discuss critical appreciation by comparing poem. ഉറപ്പായിട്ടും നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാലങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് അത് മറ്റൊരു നമ്മൾ ഓൾറെഡി പഠിച്ച കവിതയുമായിട്ട് കമ്പയർ ചെയ്യാൻ തരും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി 2023 ചോദിച്ച ചോദ്യമാണ്. മെൻഡിങ് വാളുമായിട്ട് ഈ ഒരു ആസ് ഐ ഗ്രീ വോൾഡർ എന്നുള്ള ഏതോ ഒരു കവിത കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. I ate a spicy pepper എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിഗ്നേറ്റ് നമുക്ക് നോക്കാം എങ്ങനെ ഏത് കവിത തന്നു കഴിഞ്ഞാലും അത് സെറ്റ് ആക്കാനുള്ള ഫോർമാറ്റ് ആണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ. റൈറ്റ് വാട്ട് യു കുഡ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ആ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് അത് ജസ്റ്റ് എഴുതുക. പോയറ്റിക് ഡിവൈസസ്, അതിൽ ധാരാളം പോയറ്റിക് ഡിവൈസസ് ഉണ്ടായിരിക്കും. അത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസ് ആണ് അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ ഒക്കെ. അതൊക്കെ നിർബന്ധമായിട്ട് എഴുതാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ ഇതിനൊരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏത് കവിത വന്നു കഴിഞ്ഞാലും അതിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട് തരുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം. കമ്പാരിസൺ, നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഇപ്പോൾ മെൻഡിങ് വാൾ ആണെങ്കിൽ മെൻഡിങ് വാളിന്റെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റേ കവിത എഴുതാൻ പറ്റും. അപ്പോൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നുള്ളത്. സോ ഓൾറെഡി നമ്മൾ പഠിച്ച കവിത നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം ഈ ഒരു കവിത വായിച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കമ്പാരിസൺ, അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസ് ഉണ്ടോ, അതിന് വ്യതിരിക്തമായിട്ടാണോ ഓപ്പോസിറ്റ് ആണോ സെയിം ആയിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതാണ് കോമൺ ഫാക്ടേഴ്സ്. സെയിം ആയിട്ട് വന്നത്, ഇതിൽ അതേ തീമാണോ ഇതിൽ വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന രൂപം മാറിയതാണോ, അല്ലെങ്കിൽ അതിൽ കോൺട്രാഡിക്ഷൻ. ഇതിപ്പോൾ പിന്നെ നൈബേഴ്സ് തമ്മിലുള്ള ആ ഒരു സ്നേഹത്തെ പറയുകയാണ്, മറ്റേൽ അത് നൈബേഴ്സ് തമ്മിലുള്ള ശത്രുതയെ പറ്റി പറയണോ, അങ്ങനെ ഒരു എക്സാമ്പിൾ അങ്ങനെയാണോ എന്ന് ശ്രദ്ധിച്ച് എന്താക്കുക നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നത് എഴുതുക. അവസാനം രണ്ടിൻ്റെയും കൂടി ഒരു അനാലിസിസ്, ഒരു കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്കിനുള്ള സംഭവത്തിലേക്ക് എത്തി. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്രെയിം തരികയാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫ്രെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പേജിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗം എഴുതേണ്ടി വരും. സോ ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം റിട്ടൺ ബൈ ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഡാഷ്. ഏത് കവിതയാണെങ്കിലും അത് എഴുതിയത് ഇന്ന ആളാണ്, അത് ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റ് ആണ്. ഇതിപ്പോൾ ഇനി ഇന്ത്യൻ പോയറ്റ് ആണെങ്കിൽ ഇംഗ്ലീഷിന് പകരം ഇന്ത്യൻ പോയറ്റ്സ് എഴുതാൻ പറ്റും. മലയാളിയോ അല്ലെങ്കിൽ ബംഗാളിയോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ പോയറ്റ്സ് എഴുതാൻ പറ്റും. അവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം. ഏത് പോം ആണെങ്കിലും അതൊരു ബ്യൂട്ടിഫുൾ പോം ആണെന്ന് പറയാം. ഇറ്റ് ഈസ് എ സിമ്പിൾ പോം ഓൺ ദ തീം. എന്താണ് അതിന്റെ തീം എന്നുള്ളത് ഏകദേശം വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലോ, അത് എഴുതി കൊടുക്കുക. ആൻഡ് ഇറ്റ് ഹാസ് എൻ അപ്പീലിംഗ് ക്വാളിറ്റി ടു അട്രാക്ട് ദ റീഡേഴ്സ്. അത് വായിച്ചു കഴിഞ്ഞാൽ റീഡേഴ്സിന് ഭയങ്കര അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഏത് കവിതയും അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തൂടെ? ജസ്റ്റ് ഓക്കെ, തള്ളാം. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ്, അതിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് നേരത്തെ തീം എഴുതിയതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ എഴുതി കൊടുക്കുക. ആദ്യത്തെ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് എന്താ, ആദ്യത്തെ ചിലപ്പോൾ സ്റ്റാൻസാക്കി തിരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 4 ലൈൻസിൽ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നത് അത് എഴുതി കൊടുത്തിട്ട് അതിലെ ലൈന് എൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത ആ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ, ആ ഒരു 4 ലൈനിൽ എൻ്റെ അറ്റൻഷൻ പോയ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ, ദ പോയറ്റ് എക്സ്പ്രസസ് വ്യൂ തോട്ട്സ് ത്രൂ സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹം എന്താക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹി ഹാസ് യൂസ് സം ഇമേജസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് ഫോം. പോയറ്റിക് ഡിവൈസ് ഇല്ലാത്ത കവിത വളരെ കുറവായിരിക്കും. അങ്ങനെ അത് എഴുതി കൊടുക്കാൻ പറ്റും. ആൻഡ് ലാംഗ്വേജ് ഈസ് സിമ്പിൾ ബട്ട് തോട്ട് പ്രൊവോക്കിംഗ്. സിമ്പിൾ ലാംഗ്വേജ് ആണ്, പക്ഷേ ചിന്ത ഉണർത്തുന്ന ഒരു കവിതയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദ റൈം സ്കീം യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിൽ റൈം സ്കീം ഏതാണെന്ന്, റൈം സ്കീം ഒക്കെ നമ്മൾ LKG മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ്. റൈം സ്കീം ഏതാണെങ്കിലും നമുക്ക് കണ്ടെത്താനുള്ള ഒരു അബിലിറ്റി നമുക്കുണ്ട്. ഇനി ഇൻ കേസ് അതിൽ റൈം സ്കീമോ റൈമിംഗ് വേർഡോ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഇൻ എ ഫ്രീ വേഴ്സ് എന്ന് എഴുതി കൊടുത്താൽ മതി. എന്താണ് free verse? Okay, the poet has used a lot of poetic device in the poem enhancing beauty. അതിന്റെ ഭംഗി വളർത്താൻ വേണ്ടിയിട്ട് അതിൽ ധാരാളം എന്ത് നൽകിയിട്ടുണ്ട്, പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റും. The poem consists of ഇത്ര സ്റ്റാൻസ ഉണ്ട്. അത് ഫ്രീ വേഴ്സ് അല്ലെങ്കിലാണ് എഴുതേണ്ടത്. ഇത്ര സ്റ്റാൻസകളാണ് ഇതിൽ കൊടുത്തത്. ഓരോ സ്റ്റാൻസിലും ഇത്ര ലൈൻസ് ഉണ്ട്. ചില 4 ആയിരിക്കും, 5 ആയിരിക്കും എന്നെങ്കിലും ജസ്റ്റ് എഴുതി കൊടുക്കുക. ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഓൾ ദ ലൈൻസ് ഹാവ് എ റെഗുലർ പാറ്റേൺ. ഓരോന്നിനും സെയിം ആയിട്ടുള്ള പാറ്റേണുകൾ ഉണ്ട്. ബട്ട് സം ഓഫ് them have irregular pattern. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ യൂസ് ചെയ്യുക. എല്ലാത്തിനും സെയിം പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ സെയിം പാറ്റേൺ ഇല്ല. ഓക്കെ, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ചിലതുണ്ടാവും ആദ്യത്തെ സ്റ്റാൻസക്ക് സെയിം പാറ്റേൺ, രണ്ടാമത്തേനും പാറ്റേൺ, അതിന് മാറ്റം വേണമെങ്കിൽ അതിന് മൂന്നാമത്തെ സ്റ്റാൻസക്ക് അതിലധികം വരികളുണ്ട്, പാറ്റേൺ മാറുകയാണെങ്കിൽ ഈ 2 എഴുതി കൊടുക്കാൻ പറ്റും. ദ പോം ഹാസ് എ മ്യൂസിക്കൽ ക്വാളിറ്റി. മ്യൂസിക്കൽ ക്വാളിറ്റി ഇല്ലാത്ത പോയിണ്ടോ?
ഇല്ല, അതുകൊണ്ട് അത് എഴുതി കൊടുക്കാം. ദ റൈമിംഗ് വേർഡ്സ്, നേരത്തെ റൈം സ്കീം എഴുതി, ഇവിടെ റൈമിംഗ് വേർഡ് എഴുതി കൊടുക്കാൻ പറ്റും. ഇറ്റ് ആഡ്സ് മെലഡിയസ് ക്വാളിറ്റി ദ പോം. ആ റൈമിംഗ് വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയാം. ഇറ്റ് ഹാസ് ഫൈൻ റിതം ഉണ്ട്. അലിട്രേഷൻ ആഡ്സ് ഓൺ മ്യൂസിക്കൽ ക്വാളിറ്റി ദ പോം. സം എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻസ് ആർ, അവിടെ അലിട്രേഷൻ കിട്ടിയില്ലെങ്കിൽ അലിട്രേഷൻ സിമിലിയോ മെറ്റഫറോ അതൊക്കെ പകരം മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അസോണൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. അത് നല്ലൊരു സൂത്തിങ് എഫക്റ്റ്, കേൾക്കുന്ന സമയത്ത് ഒരു ഭയങ്കര അടിപൊളി എഫക്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇത്രയും വാക്കുകൾ ഏത് കവിതക്കും എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. പോം കൺവേസ് എ ഗുഡ് മെസ്സേജ് ടു റീഡർ. മെസ്സേജ് ഇല്ലാത്ത പോയിന്റ് ആവോ? യെസ്, വിത്ത് യൂസ് ഓഫ് വെരി സിമ്പിൾ വേർഡ് ആണ്. പോയറ്റ് ക്രിയേറ്റ് വണ്ടർഫുൾ വേർഡ് പിക്ചർ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ പോയം ഹൈലൈറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിന്റെ ഭംഗിയാണ്, സിംപ്ലസ്റ്റ് ആൻഡ് അപ്പീലിംഗ് ഫോം ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ പാരഗ്രാഫ്, ഇവിടെയാണ് മെയിൻ നമ്മുടെ കമ്പാരിസൺ വരുന്നത്. കമ്പയറിംഗ് ടു പോംസ് ഹൈലൈറ്റിംഗ് ദർ തീമാറ്റിക്, അതിന്റെ തീം തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ചെയ്യുക, അതിന്റെ സ്ട്രക്ചർ തമ്മിൽ, ലിംഗ്വിസ്റ്റിക് അതിന്റെ ഭാഷകൾ തമ്മിൽ, ആൻഡ് സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിസിമിലാരിറ്റീസ്. ഇതൊക്കെ തന്നെ തീമിലുള്ള സിമിലാരിറ്റീസ് മാത്രമല്ല ഡിസിമിലാരിറ്റീസ്, അതിന്റെ ഒപ്പം ആണോ വരുന്നത് അല്ലെങ്കിൽ സെയിം ആണോ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇഫ് യു ഫീൽ എനി അനാലിസിസ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ പോയറ്റിക് ഡിവൈസസ് സച്ച് ആസ് സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ തമ്മിലൊക്കെ എന്തെങ്കിലും സിമിലാരിറ്റീസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഓൾസോ ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ. ഓക്കെ, യൂസ്ഡ് ഇൻ ദ ബോത്ത് പോം, രണ്ട് പോയത്തിലും. ഇനി കൺക്ലൂഷൻ, ഇവിടെയാണ് മക്കളെ ചെയ്യേണ്ടത്. സമ്മറൈസ് വിത്ത് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് രണ്ട് കവിതയും വായിച്ചപ്പോൾ, ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി അറിയുന്നതായിരിക്കും, രണ്ടാമത്തെ കവിത വായിച്ച സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീൽ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയത്തിനെ പറ്റിയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നിങ്ങൾ അവസാനം ആ ഒരു ഫൈനൽ പാരഗ്രാഫിന്റെ കൺക്ലൂഷൻ ഭാഗത്ത് നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 8 മാർക്ക് ഫോർ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. 8 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ലൈവിൽ നമ്മൾ പവറാക്കി, ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, സൂപ്പർ ലെവൽ സൂപ്പറേഷ് ആക്കിയിട്ട് നമ്മൾ ഇതാക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. അതായത് കംപ്ലീറ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡിസ്കോഴ്സസ് തുടങ്ങിയിട്ട് എല്ലാം ഫൈനൽ ടച്ച് ആണ്. അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. സോ മിസ് ചെയ്യരുത്. ലെറ്റ്സ് ഇൻ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.